ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതായ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ സഹവിശ്വാസികളുടേതായ സംസാരങ്ങൾ ആത്മീയ നിലകളിലേക്ക് നീങ്ങവേ ഒരാൾ ചോദിച്ചു, പല സഭകളിലും സ്നാനം ഉണ്ട്, അല്ലെങ്കിൽ മാമോദിസ ഉണ്ട്, അതിൻ്റെതായ ദോഷഗുണങ്ങളൊക്കെ എന്തേ ആകുന്നു എന്ന് നമുക്ക് നമ്മുടേതായ പുരോഹിതനുമായി പങ്കുവയ്ക്കാം എന്നുള്ളതായ ചിന്തയുമായി അവർ പുരോഹിതൻ്റെ അടുക്കലെത്തി. പുരോഹിതൻ അവിടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സ്നാനമേറ്റ് കർത്താവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിക്കുന്നത് നല്ലതാകുന്നു, അതൊരു നീതി പ്രവർത്തനയാകുന്നു. പക്ഷേ സ്നാനമേൽക്കുവാൻ പോകുന്ന മുൻപ്, അല്ലെങ്കിൽ മാമോദിസ ഏൽക്കുന്ന മുൻപ് അവനവൻ തങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. സ്നാനമേറ്റ് കർത്താവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിക്കുമ്പോൾ അത് നീ മാനസാന്തരത്തിൻ്റെ വലിയൊരു അനുഭവം നിന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതാകുന്നു. സ്നാനമേറ്റ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ ചിന്തകൾ, നിന്റെ സ്വഭാവങ്ങൾ, നിന്റെ ജീവിത രീതികളെല്ലാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്നാനമേൽക്കാം. ഈ പ്രിയ സഹോദരന്മാർ സ്നാനമേൽക്കുവാൻ ആഗ്രഹിച്ച വ്യക്തി തന്നെയാണ്. അവർ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പുരോഹിതനുമായിരിക്കുന്നതായ ആ സംസാരത്തിൽ പുരോഹിതൻ അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്നാനമേറ്റ് മടങ്ങി വരുമ്പോൾ ഞാൻ ഇന്നലെ വരെ കണ്ടതായ വ്യക്തികളായിരിക്കരുത് നിങ്ങൾ. നിങ്ങളുടേതായ ശ്രദ്ധാകേന്ദ്രം ഈ ലോകത്തോടായിരിക്കരുത്. ഇവിടുത്തെ ധനസമ്പാദനത്തിന്, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതികളിൽ ഉയർന്നിൽക്കുന്നതിനെ കുറിച്ചുള്ളതായ പരിശ്രമങ്ങൾ, ഇവിടുത്തെ ജീവിത നിലവാരങ്ങൾ ഉയർത്തുവാനുള്ളതായ പരിശ്രമങ്ങൾ, ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളിൽ നിങ്ങൾ ഉന്നതിയായി നിലനിൽക്കുവാനുള്ളതായ നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും ആകരുത്. നേരെ മറിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന മക്കളായി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്താക്കളായിരിക്കുവാനുള്ളതായ ഒരു തയ്യാറെടുപ്പായിരിക്കണം നിങ്ങളുടേതായ പുതുക്കപ്പെട്ടതായ ജീവിതം കൊണ്ട് ലോകത്തിന് വേണ്ടത്. നിങ്ങൾ ഈ ലോകത്തേലെ നോക്കേണ്ടത്, നേരെ മറിച്ച് സ്വർഗലോകത്തെയാണ് നോക്കേണ്ടത്. അവിടെ എത്തപ്പെടുവാനുള്ളതായ പരിശ്രമങ്ങളായിരിക്കണം. അവിടെ എത്തപ്പെടുന്നതായ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ആ വചനങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ലോകത്ത് എല്ലാം നോക്കേണ്ടത്. നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം വ്യത്യസ്തമായിരിക്കണം. ഒരു ആത്മീയ കൂട്ടായ്മയുടെ, ആത്മീയ ചൈതന്യത്തിൻ്റെ ആ ഒരു അനുഭവം നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാവണം. അതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമെന്ന് വചനം പറയപ്പെടുന്നുണ്ട്. രണ്ടാമതായി പറയപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടായ്മ. നിങ്ങൾ ഇന്നലെ വരെ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, കൂട്ടായ്മകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അനുവർത്തിച്ചിരുന്നതായിരിക്കരുത് ഇനിയുള്ളത്. കാരണം നിങ്ങൾ പുതുക്കം പ്രാപിച്ചു, കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനമേറ്റു, അതിനപ്പുറമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയപ്പെടുന്നത് ആത്മീയ നിറവോടുകൂടെയും ആത്മീയ ചൈതന്യത്തോടുകൂടെയും ആയിരിക്കണം. അവിടെ പാപങ്കരമായ അവസ്ഥകൾ, പാപങ്കരമായ ചിന്തകൾ കടന്നുകൂടാൻ പാടില്ല. നിങ്ങളുടെ ജീവിതങ്ങൾ കാണുമ്പോൾ സഹവിശ്വാസികൾക്ക് അത്ഭുതമുണ്ടാകണം. നിങ്ങളൊരു സാക്ഷ്യമായി മാറണം. അവരുടെ ജീവിതത്തിൽ അതൊരു പുതുക്കത്തിൻ്റെ ഒരു അനുഭവമായിരിക്കണം. അവർക്ക് ചിന്തിക്കുവാനുള്ളതായ ഒരവസരം കൂടെ ആയിരിക്കണം നിങ്ങളുടേതായ ജീവിതം എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയപ്പെടുന്നത് ദൃഢതയുള്ളതായിരിക്കണം. ദൈവിക വചനങ്ങളിൽ നിലനിൽക്കുന്നവരായിരിക്കണം. തിരുവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുന്നത് അവർക്ക് ദൈവം നൽകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യണം. വിശ്വാസം എന്നത് കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാകുന്നു. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങൾ കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായ സ്നാനമേറ്റ് സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു മാറ്റമുണ്ടാകണം. നിങ്ങളുടെ വിശ്വാസത്തിൽ ആ ഒരു മാറ്റമുണ്ടാകണം. തിരുവചനം ഇങ്ങനെ പറയുന്നത്, പുതിയ വിശ്വാസികൾക്ക് യേശുവിലുള്ള വിശ്വാസം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നായി തന്നെ ഇരിക്കണം. പഴയതെല്ലാം കൊഴിഞ്ഞുപോയി പുതിയൊരു ജീവിതത്തിന് നന്ദി കുറിക്കുന്നതാകുന്നു സ്നാനം. ആകയാൽ
നിങ്ങൾ ക്രിസ്തേശുവിലൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ കർത്താവിനോടുകൂടെ ആ സ്നാനത്താൽ നിങ്ങൾ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്ത ഇനി ഈ ഭൂമിയിലുള്ളതായിരിക്കരുത്, അതിനപ്പുറമായി ഉയരത്തിലുള്ളതായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവിനെ നോക്കി ആ ഉയരത്തിലുള്ളതായ സ്വർഗീയമായിരിക്കുന്നത് ദൈവികമായിരിക്കുന്നതായ ആ ചിന്തകളായിരിക്കണം നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളൊരു പക്ഷേ സ്നാനമേൽക്കാൻ പോകുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദൈവത്തോട് ഏറ്റുപറയുക. നിങ്ങളുടെ ജീവിത രീതികളെ ക്രമപ്പെടുത്തുക. നിങ്ങൾക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടാകണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ മനസ്സ് ഈ ലോകവുമായി ഇരിക്കുന്ന ബന്ധത്തിൽ നിന്നും വലുത് മാറ്റപ്പെട്ടിട്ട് ദൈവത്തോട് പറ്റിച്ചേരുന്നതായ ഒരു അനുഭവം. ആ ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ഉള്ള തീരുമാനം അതായിരിക്കണം ഉറപ്പുള്ളത്, ഉറച്ച തീരുമാനമായിരിക്കണം. ഇനി ഞാൻ ഉപേക്ഷിച്ചതൊന്നും തിരിച്ച് എടുക്കുന്നതല്ല, എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ മാത്രം ശരണപ്പെട്ടു പോകുന്നതായിരിക്കണം. ആ ദൈവത്തെ മാത്രം നോക്കുക, ആ ക്രൂശിലേക്ക് മാത്രം നോക്കുന്നതായ ഒരു അനുഭവമായിരിക്കണം നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. നീ സ്നാനമേൽക്കുക, പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ, നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമായിരിക്കട്ടെ, നിൻ്റെ ചിന്തകളെല്ലാം ഉയരത്തിലുള്ളതായിരിക്കട്ടെ. കർത്താവ് സ്നാനത്തിന് സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കുന്നത് നമുക്ക് ഉചിതം. സ്നാനമെന്ന് പറയപ്പെടുന്നത് അത് നമുക്കെല്ലാവർക്കും ഉചിതമായിരിക്കുന്നതായ ഒരു നീതി പ്രവൃത്തിയാകുന്നു. ആ പ്രവൃത്തി നമ്മൾ പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ രക്ഷകനോട് പറ്റിച്ചേരാൻ കഴിയുന്നത്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.